ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു. ആകാശത്തോളം വളർന്ന് നിൽക്കുന്ന വൃക്ഷം. അതുകൊണ്ട് തന്നെ ആ വൃക്ഷത്തിന് ഞാനെന്ന ഭാവമുണ്ടായിരുന്നു. ആ വൃക്ഷത്തിനരികിലായിട്ട് കുറച്ച് കുഞ്ഞു ചെടികൾ പാർത്തിരുന്നു. ഈ വലിയ വൃക്ഷം ഈ കുഞ്ഞു ചെടികളോട് എപ്പോഴും പറയും, ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. എൻ്റെ ശക്തിയും സാന്നിധ്യവുമാണ് നിങ്ങളെ നിലനിർത്തുന്നത്. ഞാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നോട് എപ്പോഴും നിങ്ങൾക്ക് നന്ദി ഉണ്ടാവണം. ആ സമയത്ത് കുഞ്ഞു ചെടികൾ ഒന്നും പറയാതെ വൃക്ഷത്തെ സൗമ്യമായി മൃദുവായിട്ട് കേൾക്കുമായിരുന്നു. ഒരു ദിവസം ശക്തമായ കാറ്റ് വന്നപ്പോൾ ഞാനെന്ന ഭാവം കൊണ്ട് ഈ വലിയ വൃക്ഷം കാറ്റിനെ എതിർത്തപ്പോൾ കാറ്റ് ശക്തിയായിട്ട് നിലത്തേക്ക് ആ വൃക്ഷത്തെ വീഴ്ത്തി. കാറ്റ് വന്ന സമയത്ത് കുഞ്ഞു ചെടികൾ സൗമ്യമായി താഴ്മയോടെ വണങ്ങി നിന്നു. വന്ന കാറ്റ് ഈ കുഞ്ഞു ചെടികളെ സ്പർശിക്കാതെ കടന്നു പോയി. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളതിനെ എതിർക്കാതെ അതിനോടൊപ്പം ഒഴുകുകയാണ് വേണ്ടത്. നമ്മൾ അതിനെ എതിർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് അതിനോടൊപ്പം ഒഴുകുന്നതാണ് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഒഴുകാനുള്ള ആ ഒരു ശക്തി നമുക്ക് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ